ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മാഗി നൂഡിൽസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഐറ്റമാണ് മാഗി പക്കോട. നൂഡിൽസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നൂഡിൽസ് ആണ്. അതിപ്പോൾ മാഗിയുടെ തന്നെ എടുക്കണം എന്നില്ല, ഏതൊരു ബ്രാൻഡിൻ്റെ നൂഡിൽസ് എടുത്താലും മതി. ഈ ഒരു പാക്കറ്റ് ഇത് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട, ഇതിൻ്റെ ഹാഫ് മതി, അതിൽ നിന്നുള്ള 2 പീസ് മതി. അപ്പോൾ അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 2 കപ്പ് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നൂഡിൽസ് കുക്ക് ചെയ്യാൻ ഞാൻ നിങ്ങളെ ആരെയും പഠിപ്പിക്കേണ്ട, എല്ലാവർക്കും അറിയായിരിക്കും നൂഡിൽസ് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന്. എന്നിരുന്നാലും അത് ചെയ്യുമ്പോൾ അതിൻ്റെ വഴിക്ക് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതും കൂടി കാണിക്കുന്നത്. അപ്പോൾ ആ 2 പീസ് മാഗി നൂഡിൽസ് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 2 പാക്കറ്റ് മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നൂഡിൽസിൻ്റെ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി, കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്താലും മതിയാവും. ഈ മസാല ഇട്ട് നൂഡിൽസ് കുക്ക് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പക്കോടയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി നമുക്ക് നൂഡിൽസ് ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു 4 പീസായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അതുപോലെ തന്നെ ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂല് പോലെ ഇരിക്കും നൂഡിൽസ്. അപ്പോൾ നമുക്ക് പക്കോട ഉണ്ടാക്കുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ കുറച്ച് നമുക്ക് പക്കോട ഉണ്ടാക്കുന്ന ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെറിയ പീസായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് വേവണ്ട, വെന്ത് കുഴഞ്ഞു പോകണ്ട. ഒരു 1/4 വേവ് അല്ലെങ്കിൽ അതിൽ കൂടുതലൊരു 80% ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം വളരെ ചെറുതായിട്ട് നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതേപോലെ ഒരു 3-4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നൂഡിൽസിൽ ചൂടോടെ തന്നെയാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാഗി നൂഡിൽസ് ഇട്ടെങ്കിലും കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മളിപ്പോൾ ഇട്ട വെജിറ്റബിൾസിൻ്റെ മാത്രം ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടത്. മാഗി നൂഡിൽസിൻ്റെ മസാലയ്ക്ക് നല്ല ഉപ്പിൻ്റെ ഇതുള്ളത് കൊണ്ട് ഇട്ട വെജിറ്റബിൾസിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വെച്ചേക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസ് ആ ഒരു ചൂടിൽ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മൾ ചൂട് മാറിയ ശേഷം അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്കോടയുടെ ബേസ് എന്ന് പറയുന്നത് കടലമാവാണ്. അപ്പോൾ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ നൂഡിൽസ് എല്ലാം നന്നായിട്ടൊന്ന് കട്ട കെട്ടി ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ പക്കോടയുടെ കൺസിസ്റ്റൻസി അറിയായിരിക്കും. കുറച്ചൊന്ന് നമുക്ക് നുള്ളിയെടുത്ത് ഇടാൻ പറ്റുന്ന ഒരു പരുവത്തിന് വേണം ഇരിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിലാവുന്നത് വരെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നൂഡിൽസ് ചില ഭാഗത്തെങ്കിലും ഒന്ന് കട്ട കെട്ടി ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് അവസാനം കിട്ടേണ്ടത്. ഇതിൽ നിന്നും വെള്ളം കൂടി പോകാതെ നോക്കണം. പിന്നെ അതേപോലെ മാവിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. ചിലർക്ക് പക്കാവടയിൽ കുറച്ചും കൂടി മാവിൻ്റെ ഇത് അളവ് കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കുറേശ്ശെ കോരി ഇട്ട് കൊടുക്കാം. വലിപ്പത്തിന് കോരി ഇടേണ്ട, ഈ ഒരു രീതിക്ക് ഓരോരോ ചെറിയ ബോൾസ് പോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആകാൻ വെക്കേണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ചീര കൊണ്ട് പക്കോട ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാഗി പക്കോട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ എടുക്കണം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.